നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ തകർന്ന് കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടക്കുമ്പോൾ അതിന് സാങ്കേതികമായ സഹായം നൽകണമെന്ന ഇറാൻ്റെ അപേക്ഷ അമേരിക്ക തള്ളി. അമേരിക്കൻ വിദേശകാര്യ വക്താവ് മാത്യു മില്ലറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അമേരിക്കൻ സർക്കാർ റൈസിയുടെ നിര്യാണത്തിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. അതല്ലാതെ ഇത്തരത്തിലുള്ള അന്വേഷണവുമായി തങ്ങൾക്ക് ഒരു തരത്തിലും സഹകരിക്കാൻ കഴിയില്ല എന്നാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാരണം മറ്റൊരു രാജ്യത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് തങ്ങളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് മാത്യു മില്ലർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ ഏത് സാഹചര്യത്തിലാണ് അമേരിക്കയോട് ഇത്തരത്തിലുള്ള സഹായം ആവശ്യപ്പെട്ടത് എന്ന് ഇനിയും വ്യക്തമല്ല. ഒരുപക്ഷെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സഹകരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ സഹായം ഇറാൻ എന്തിന് തേടി എന്നുള്ളതിനെക്കുറിച്ച് മാത്യു മില്ലർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. മാത്യു മില്ലർ പറഞ്ഞ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയെ സംബന്ധിച്ച് ഇനി നാളെ ഇത് അമേരിക്കയെ ഈ ഹെലികോപ്റ്റർ അപകടത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയാൽ പോലും തങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. തങ്ങൾ ഇക്കാര്യത്തിൽ സ്വന്തം നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണത്തിൽ തങ്ങൾ പങ്കെടുക്കുന്നതിലും അർത്ഥമില്ല എന്നാണ് മാത്യു മില്ലർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ അമേരിക്കയുടെ സാങ്കേതിക സഹായം തേടേണ്ടി വന്ന അവസ്ഥ. വളരെ വർഷങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം എല്ലാ കാര്യത്തിലും അങ്ങേറ്റം മോശമായിരുന്നു. അമേരിക്ക ഇറാന് ഉപരോധം ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരുന്നു. ട്രംപ് സർക്കാരായിരുന്നു ഇറാന് ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാൻ്റെ കൈവശമുള്ള ആണവായുധങ്ങളുമായൊക്കെ തന്നെ ബന്ധപ്പെട്ട് നിരവധി തവണ ഇറാന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ ഇസ്രായേലിനെ അമേരിക്ക പ്രതിരോധ മേഖലയിൽ പിന്തുണയ്ക്കുന്നു എന്നുള്ളതും ഇറാന് അമേരിക്കയോട് വിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ ഇടപെടാൻ അമേരിക്ക വിസമ്മതിച്ചത് ഇറാനെ ഞെട്ടിപ്പിച്ചിരിക്കാൻ തന്നെയാണ് സാധ്യത. സാധാരണഗതിയിൽ ഏറ്റവും അധികം വിമാന കമ്പനികളുള്ള അമേരിക്കയിൽ വൈമാനിക വിദഗ്ധന്മാരുള്ള അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ വിദഗ്ധന്മാരെ വിട്ട് ഇത് എന്ത് കാരണവശാലാണ് ഈ അപകടം നടന്നതെന്ന് അന്വേഷിക്കാവുന്നതാണ്. മാത്രവുമല്ല, പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ മാത്രമാണ് തകർന്നത്. ഇതിന് അകമ്പടി സേവിച്ചിരുന്ന മറ്റ് ഹെലികോപ്റ്ററുകൾ യാത്ര പൂർത്തിയാക്കി മടങ്ങിയെത്തുകയും ചെയ്തു. അപ്പോൾ പ്രസിഡന്റിൻ്റെ ഹെലികോപ്റ്റർ മാത്രം എങ്ങനെയാണ് തകർന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഇറാനിലെ സർക്കാരിനും അവരുടെ ഉന്നതതല നേതാക്കൾക്കെല്ലാം തന്നെ വ്യാപകമായ സംശയമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ അവർ അമേരിക്കയുടെ സാങ്കേതിക സഹായം തേടിയത്. ഏതായാലും അമേരിക്ക കൃത്യമായി തന്നെ തങ്ങളിതിൽ ഇടപെടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഒരുപക്ഷെ ഇറാനിൽ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട് അവർ സ്വന്തമായ നിലയിൽ തന്നെ അന്വേഷണം നടത്താനാണ് സാധ്യത. പക്ഷേ ഇവിടെ അപ്പോഴും വരുന്നൊരു പ്രശ്നമുണ്ട്. ഇറാൻ ഈ വ്യോമയാന രംഗത്ത് ഇപ്പോഴും ദയനീയ പരാജയമാണ്. വർഷങ്ങളായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം കാരണം അവർക്ക് സ്വന്തമായുള്ള വിമാനങ്ങൾ ഹെലികോപ്റ്ററുകളൊക്കെ തന്നെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇറാൻ എയർലൈൻസിൻ്റെ 30 വിമാനങ്ങളാണ് ഇപ്പോൾ ആകെയുള്ളത്. അതെല്ലാം തന്നെ കാലപ്പഴക്കം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്യാൻ പോലും യോഗ്യമായ അവസ്ഥയിലല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലായിരിക്കാം ഒരുപക്ഷെ ഇറാൻ അമേരിക്കയുടെ സാങ്കേതിക സഹായം തേടിയത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ശക്തമായ നിലപാട് അമേരിക്ക വ്യക്തമാക്കിയതോടുകൂടി ഇറാൻ ഇനി മറ്റ് മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയിലാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി റൈസിയെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളും ഇതിനിടെ വിവാദമായി മാറിയിട്ടുണ്ട്. റൈസിയുടേത് ചോര പുരണ്ട കൈകളാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം കിർബി പറഞ്ഞത്. നിരപരാധികളായ നിരവധി പേരെ കൂട്ടക്കൊല ചെയ്തതിൽ റൈസിക്ക് പങ്കുണ്ടെന്ന രീതിയിലും കിർബി ചില സൂചനകൾ നൽകിയിരുന്നു. പക്ഷേ ഇറാൻ ആകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തമായി പ്രതികരിച്ചിട്ടുമില്ല.